റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. ചൊറിച്ചിലിന് ചികിത്സ തേടി ജനുവരി 23-ന് മഞ്ചേരി മലബാർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ചൊറിച്ചിലിനുള്ള ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷം ശ്വാസം മുട്ടലുണ്ടായി. ശ്വാസം മുട്ടലിന് മരുന്ന് നൽകിയ ശേഷം റിഫാർ അഹമ്മദ് അബോധാവസ്ഥയിലായെന്നും കുടുംബം ആരോപിച്ചു. റിഫയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. മഞ്ചേരി മലബാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപിച്ചാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ചൊറിച്ചിൽ അനുഭവപ്പെട്ട കുട്ടിക്ക് ആശുപത്രിയിൽ വെച്ച് ഇഞ്ചക്ഷൻ നൽകിയതോടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. വിവരം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു. ഇതോടെ റിഫ പൂർണ്ണമായും അബോധാവസ്ഥയിലായി. അലർജി വന്നതാണ് മലബാർ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഒരു 6 മണിക്കറ്റ വന്നത്. വലിയ ഇഞ്ചക്ഷൻ അടിച്ചു. അതിലേക്ക് ശ്വാസം പോയിട്ട് പിന്നെ സിസ്റ്റർ തിരിച്ചും മറിച്ചും ഒരു 5-6 സൂചി അടിച്ചു. 5-6 സൂചി അടിച്ചതിൻ്റെ ദിവസം ശ്വാസം പോയിട്ട് ഒരു ഐസിയിൽ ഇട്ടേക്ക്. പിന്നെ ഒരു 11-11:30 വിളിച്ച് ആംബുലൻസിൽ സിസ്റ്ററും ഡോക്ടറും ഞങ്ങളൊക്കെ പാടെ കയറിക്കാണ്ടാണ് ചികിത്സിക്കൊണ്ടത്. വിഷയമാണ് പിന്നെ വെച്ചത്. മികച്ച ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കാവുന്ന രൂപത്തിലുള്ള വസ്തു ശരീരത്തിലുണ്ടെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. വീട്ടിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ആശുപത്രിയിലെത്തിയത്. റിഫാർ അഹമ്മദ് മരണപ്പെടാനുണ്ടായ കാര്യത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി മഞ്ചേരി മലബാർ ആശുപത്രി രംഗത്തു വന്നു. വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ചികിത്സയാണ് നൽകിയത്. ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്നും അധികൃതർ അറിയിച്ചു. ചികിത്സാ പിഴവ് ആരോപിച്ച് ആശുപത്രിയിലേക്ക് SDPI പ്രവർത്തകർ മാർച്ച് നടത്തി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.